ആറ്റുമേലഞ്ചാറ് അപ്പൂപ്പൻ താടികൾ നാട്ടിൽ പതുങ്ങി പറന്നു വന്നേ. ഇതിനോട് ഇഷ്ടമില്ല. എന്നിട്ട് ഇവിടെ 2 ചാട്ടം ചാടും. എന്നിട്ട് പിന്നെ അങ്ങോട്ട് പോകും. പിന്നെ ഞാൻ മിണ്ടാണ്ടിരിക്കും. അപ്പൊ എന്റെ അടുത്ത് ഞാൻ നല്ലോണം ചൊറിയുന്ന ഒരാളാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ പണ്ടാറിട്ട് എല്ലാം റെഡി ആവും. ഇടയ്ക്ക് നമ്മള് കൊഞ്ചി കുറഞ്ഞു. എങ്ങനെയായിരുന്നു അത്? സ്വകാര്യമല്ലേ? ബെഡ് ഇസ്തിരി ഇടുന്നുണ്ടോ ആരെങ്കിലും? ബെഡ്ഷീറ്റ് എനിക്കത് ഇസ്തിരി ഇടുന്ന പണി ഭയങ്കര ഇഷ്ടമാണ്. കഴിഞ്ഞിട്ട് പോയി കിടക്കാൻ പറ്റില്ല. അവള് പറയും വെയിറ്റ് ഇസ്തിരി ഒക്കെ ഇട്ട് ലെവലാക്കി സ്ക്വയർ ആയി എന്നിട്ടാ പറയാ പോയി കിടന്നത്. ചേരുന്നില്ല മോളു, കുറച്ചുകൂടി ചേർന്ന് പാടൂ. തുപ്പരുത് തുപ്പരുത്. ഇനി ഒരിക്കലും നമ്മൾ തളരില്ല. ഇതെന്താ ക്യാമറ നോക്കി പറയുന്നത്? പിന്നെ ആരെ നോക്കി പറയാ? എന്നെ നോക്കി പറ. നോക്കാൻ പറ്റൂല. അയ്യോ അത്ര വികൃതമായ എന്റെ മുഖം. ഇതെല്ലാം ഈ പാവമാണ്. ദൈവമേ നീ പ്രത്യക്ഷപ്പെടരുത്. തീരെ യൂസ്ഡ് അല്ലാത്ത മാളാണെങ്കിൽ അതിന്റെ ഉള്ളിൽ ഇതായിരുന്നു പൊടി പിടിച്ച് കിടക്കും. മറ്റേത് അതിന്റെ ഉള്ളിലേക്ക് ഇപ്പൊ റീസെന്റ് ആയിട്ട് എന്തെങ്കിലും ജീവി പോയിട്ടുണ്ടെങ്കിൽ അവിടെ ട്രാക്സ് ഉണ്ടാവും. അതിപ്പോൾ ട്രാക്ക് എങ്ങോട്ടേക്കാ പോകുന്ന ഡയറക്ഷൻ വെച്ച് നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും. ഇത് എക്സ്പീരിയൻസ് കൊണ്ടേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കുറെ കാലം ഇതേപോലെ ഇങ്ങനെ കണ്ട പാമ്പിനെ പെടുത്താനും പിടിച്ചടന്നാൽ എല്ലാവർക്കും മനസ്സിലാവും. ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മുടെ ഓരോ വീടും നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 10 വർഷത്തെ വാറന്റിയാണ് നമ്മുടെ ഗ്യാരണ്ടി. ഇതുപോലൊരു വീടല്ലേ സർ ആഗ്രഹിക്കുന്നത്? ഇങ്ങനൊരു വീട് ആരാണ് ആഗ്രഹിക്കാത്തത്? ബേറ്റ് ഹോംസ് ഫോർ കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. അടുത്ത ചോദ്യം പിടിച്ചോളൂ. അപർണയ്ക്ക് കുട്ടിയായിരുന്ന സമയത്ത് വലുതാക്കുമ്പോൾ ആരായി മാറണം എന്നതായിരുന്നു ആഗ്രഹം. എഴുതി മോളെ. എന്ത് വെച്ചു മോളെ? ഉത്തരം കിട്ടുന്നില്ല മോളെ. എല്ലാത്തിനും ആദ്യം സത്യം പോലെ എഴുതണം. സത്യം പോലെ എഴുതണോ? ഒരു മിനിറ്റ്. അയ്യോ, അപ്പൊ എന്തോ കള്ളത്തിൽ എഴുതി ഞങ്ങളെ പറ്റിക്കാൻ പോവായിരുന്നു. കൊറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു ചെറുപ്പത്തിലാവണം എന്ന് ആഗ്രഹം ഉണ്ടായേ. അതില് ജെന്യുവൻ ആയിട്ടുണ്ടായിരുന്ന ആഗ്രഹം. ഓക്കെ നോക്കട്ടെ. നിങ്ങൾക്ക് എന്താണ്? നിങ്ങളെ 3 വയസ്സ് മുതൽ അറിയാം. എല്ലാം അറിയാം. കാരണം ഇതെല്ലാം ഞാൻ പറയുന്ന സാധനങ്ങളാ. കാരണം ആദ്യം പണ്ടെന്താ എന്താണെന്നറിയോ, ഇവള് ഭയങ്കര കൺസിസ്റ്റൻസിയാ. അതുകൊണ്ട് ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ നമ്മൾ വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ മനസ്സിലായി പാവപ്പെട്ടോണ്ടിരിക്കുകയാണ്. പണ്ട് എന്റെ അച്ഛൻ ചോദിക്കും നിനക്ക് വലുതാവുമ്പോ ആരാവണം. അപ്പൊ ഞാൻ ചില ദിവസങ്ങളിൽ പറയും ഡോക്ടർ ആവണം. ചില ദിവസങ്ങളിൽ ഞാൻ പറയും വീട്ടിൽ ഇസ്തിരി ഇടാൻ വരുന്ന ആളില്ലേ, എനിക്ക് ആ ജോലി ഭയങ്കര ഇഷ്ടമാണ്. കാരണം എനിക്ക് ഈ ചുളുങ്ങിയിരിക്കുന്ന സാധനങ്ങള് ട്രോഫി തരുന്നതായിരിക്കും. ഈ ചുളുങ്ങിയിരിക്കുന്ന സാധനങ്ങള് ഇസ്തിരി ഇടുമ്പം നിവർന്നു വരില്ലേ, എനിക്കത് കാണുന്നത് ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ്. ബെഡ് ഇസ്തിരി ഇടുന്നുണ്ടോ ആരെങ്കിലും? ബെഡ്ഷീറ്റ് ഞാൻ അത് ഇസ്തിരി ഇടും. എനിക്കത് ഇസ്തിരി ഇടുന്ന പണി ഭയങ്കര ഇഷ്ടമാണ്. പോയി കിടക്കാൻ പറ്റില്ല. അവള് പറയും വെയിറ്റ് ഇസ്തിരി ഒക്കെ ഇട്ട് ലെവലാക്കി സ്ക്വയർ ആയി എന്നിട്ടാ പറയാ പോയി കിടന്നത്. ആംഗിളൊക്കെ നോക്കി കറക്റ്റ്. അയ്യോ എനിക്കത് വിഷ്വൽ ചെയ്യാം. ആകാശമായി കിടക്കാൻ പോകുമ്പോ ശരിക്കും ഞാൻ തന്നെ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട് നിങ്ങൾ എന്താ ഇങ്ങനെ. അല്ല ഇങ്ങനെ അപർണ മാത്രമേ ഉള്ളൂ, ഒരു മുതലേ ഉള്ളൂ. ഈക്വലി വിയേർഡ് ആണ്, ബട്ട് വിയേർഡ് ഇൻ ലൈക്ക് ഡിഫറെന്റ് വേ. ഓക്കെ. അപർണയ്ക്ക് സിബ്ലിങ്സ്? എനിക്കൊരു ചേട്ടനുണ്ട്. ഓക്കെ. ചേട്ടൻ ഇങ്ങനെ തന്നെയാണോ? അല്ല, ചേട്ടൻ വളരെ ഡീസന്റ് ആണ്. ഒരു കുടുംബത്തിൽ എല്ലാരും ഉണ്ടാവില്ല ഇങ്ങനെ വളരെ തലതെറിച്ച കൂട്ടത്തില്. അത് ഞാനാ. എല്ലാം ഞാൻ ഏറ്റെടുക്കുന്നു. ഓക്കെ. അപ്പൊ ആ ഉത്തരം അവിടെ പാളി പോയി. ഡോക്ടർ ആയിരുന്നു, ഇതായിരുന്നു. ഞാൻ ജയിക്കുന്നത്. അല്ല, പൊതുവെ അപർണ ഇപ്പോഴും ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തോണ്ടേയിരിക്കും. അപർണയുടെ എല്ലാം ഭയങ്കര ഫ്ലക്ച്വേറ്റിംഗ് സ്വഭാവമാണ് എന്റെ. അപ്പൊ നമ്പാൻ കൊള്ളൂലല്ലോ ചില കാര്യങ്ങള്. എനിക്കിപ്പൊ ചിലപ്പോ നാളെ എനിക്കിപ്പോ വേറൊരു പ്രൊഫഷനിലേക്ക് പോകണം തോന്നിയാല് അത് ഞാൻ ചെയ്യണം. ഞാൻ പറയുകയും ചെയ്യും ഇനി എനിക്ക് ഇതാണ് ആവേണ്ടത്, ഇതാണ് എനിക്ക് ചെയ്യേണ്ടത്. ആൻഡ് ടു എൻ എക്സ്റ്റെന്റ് അത് നല്ലൊരു കാര്യമാണെന്ന് ആണോ ചീത്തയാണോ എന്ന് എനിക്കറിയില്ല, ബട്ട് ഐ ലൈക്ക് ടു ലെറ്റ് മൈ മൈൻഡ് ആൻഡ് മൈ തോട്ട്സ്. പക്ഷേ അത് പറയുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ ചിലപ്പം നമ്മൾ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് എത്തുമ്പോഴും ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ലൈഫിൽ ചിലപ്പോൾ നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവില്ലേ? ഇതുവരെ വലിയ കുഴപ്പമുണ്ടായില്ല. സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആയിട്ട് ചില സമയം നിൽക്കാറുണ്ട്. ബട്ട് ഈവൻ ദെൻ ഐ ടേക്ക് ഇറ്റ് ലൈറ്റ് വെയിറ്റ്. ഇങ്ങനെ സീരിയസ് ആയിട്ടൊന്നും ഞാൻ ഇങ്ങനെ വല്ലാണ്ട് എടുക്കാറില്ല. അറിയോ, ലൈക്ക് എന്റെ ഒരു കോൺസെപ്റ്റ് എന്താ വെച്ചാൽ ലൈക്ക് വൈ വി ലൈക്ക് നമ്മൾ ഒരുമിച്ചാവാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ അറ്റ് സം പോയിന്റ് ഞാനും വിചാരിക്കണം ലൈഫിനെ നമ്മൾ വളരെ സീരിയസ്. ഞാൻ ഒരുപാട് പ്ലാൻ ചെയ്ത് ജീവിച്ചിട്ടൊരു മനുഷ്യനായിരുന്നു. എന്നെ അറ്റ് സം പോയിന്റ് ഈ പ്ലാൻ എല്ലാം പാളി. അപ്പൊ ഞാൻ വാസ് ലൈക്ക്
ഇറ്റ്സ് റാദർ ബെറ്റർ, നമുക്ക് കുറച്ചുകൂടി ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുക നമ്മളിപ്പോൾ പ്രസന്റിൽ ജീവിച്ചാലാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ നമുക്ക് ആർക്ക് വേണേ എപ്പോൾ വേണേ തോട്ട്സ് മാറാം, ആർക്ക് വേണേ ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ വി ആർ നോട്ട് മെൻ ടു ബി സ്ട്രക്ചേർഡ്. നമ്മളിപ്പോൾ ബാക്കിയുള്ള എല്ലാ ജീവികളും നോക്കിയാൽ എല്ലാവരും പറയായിരിക്കും മനുഷ്യന്മാർ ജീവികളെക്കാട്ടും ഉപരിയാണ്, എനിക്ക് ജീവികളെ ഭയങ്കര ഇഷ്ടമാണ്, ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ദറ്റ് വി ആർ അബവ് ഓർ ബിലോ എനിത്തിങ്. നമ്മൾ വി ആർ ദ സെയിം. അപ്പോൾ നമ്മളുടെ ഫംഗ്ഷൻ, വി ആർ നോട്ട് മെൻ ടു ഡു എ 9 to 5 ജോബ്, സിറ്റ് ആൻഡ് ഡു ദ സെയിം തിങ് എവറി ഡേ. ഏതെങ്കിലും ഒരു ജീവി ഉണ്ടോ എല്ലാ ദിവസവും ഒരേ കാര്യം ചെയ്യുന്ന? ഈ ഭൂലോകത്ത് ഒരുപാട് ജീവികളുണ്ട്. ഏതെങ്കിലും ഒരു ജീവിനെ കാണിച്ച ഒരേ സാധനം സെയിം തിങ് ടു ദ ഡോട്ട് ചെയ്യുന്നത് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ആൾക്കാർക്ക്, എത്ര ആൾക്കാർക്ക് ഡിപ്രഷൻ ഉണ്ട്, എത്ര ആൾക്കാർക്ക് ആങ്സൈറ്റി ഉണ്ട്, എത്ര ആൾക്കാർക്ക് വി നോട്ട് മെൻ ടു ഡു ദിസ്. നമ്മൾ 9 to 5 ജോബ് ചെയ്യേണ്ട ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ശരിയാണെന്ന് പറയുമ്പോൾ ഐ ഡോണ്ട് നോ, അങ്ങനത്തെ ആൾക്കാരുടെ ഇഫ് യു ക്യാൻ പ്രൂവ് മീ റോങ് ഗോ ഹെഡ്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്റെ തോട്ട്സ് ഇങ്ങനെ വാണ്ടർ ചെയ്യുന്നത് ടു ആൻ എക്സ്റ്റെന്റ് എനിക്ക് ഹാപ്പിയാണ്, ഇഷ്ടമാണ്. ഐ ഡോണ്ട് റെസ്ട്രിക്ട് മൈ തോട്ട്സ്. അതുകൊണ്ട് തന്നെ അപർണ യു ആർ റിയലി ലക്കി. അപ്പം ഓരോ മൊമെന്റും അപർണയുടെ ഇഷ്ടത്തിലാണ് അപർണ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പലപ്പോഴും നമ്മള് ഇഷ്ടമല്ലെങ്കിൽ പോലും നമ്മള് നമ്മുടെ സാഹചര്യങ്ങൾ കാരണം നമ്മുടെ ജീവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ ആ ജോലി ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഇഷ്ടമല്ലാത്ത ഭക്ഷണം ചിലപ്പോൾ കഴിക്കേണ്ടി വരും ഒക്കെ. പക്ഷെ യാർ അതിലൊന്നും അതല്ല, എപ്പോഴും ഇഷ്ടത്തോടു കൂടി തന്നെ ജീവിക്കുന്നത് നിർബന്ധമാണ് അതെനിക്ക്. സെൽഫ് ഹാപ്പിനെസ് അതിനോട് ഭയങ്കര ഒരു I am a kind of guy who likes to be happy on what, എന്ത് ചെയ്താലും അതിൽ സന്തോഷം കണ്ടെത്തുക എന്നുള്ളൊരു പരിപാടി ഉണ്ട്. അതായത് നമുക്ക് ഒരു സാധനം രണ്ട് രീതി ചെയ്യാം എപ്പോഴും. എൻ്റെ ഒരു അതായത് അയ്യോ പണ്ടാരത് ചെയ്യണമല്ലോ എന്നും പറഞ്ഞ് ചെയ്യാൻ വേണ്ടി ചെയ്യാം. എന്തായാലും നമുക്കങ്ങ് ചെയ്ത് നോക്കാം, കുറച്ച് കഴിയുമ്പോൾ ഇഷ്ടം വരും. നമ്മളൊരു ഫ്ലോ സ്റ്റേറ്റ് എന്നൊരു സംഭവം ഉണ്ട്, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്നൊരു പരിപാടി ഉണ്ട്. അത് നമ്മുടെ ബ്രെയിനിനെ നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ്. അപ്പോൾ അതിലുള്ളൊരു ഒരു ഇതാണ്. അപ്പോൾ നമുക്കൊരു ഫ്ലോ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു റിപ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിൻ അധികം നമ്മൾ സ്ട്രെസ് കൊടുക്കാണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ ബോളൊക്കെ ഇങ്ങനെ എറിഞ്ഞ് കളിക്കുമ്പോൾ അറിയില്ല, പണ്ട് ആമ്പിള്ളേർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളിങ്ങനെ ബോൾ എറിഞ്ഞെറിഞ്ഞ് കളിക്കും, ക്യാച്ച് പിടിച്ച് ഒരു പോയിന്റ് കഴിയുമ്പോൾ ബോൾ എങ്ങനെ എറിഞ്ഞാലും നമ്മൾ പിടിക്കും. അതിങ്ങനെ ഒരു മെത്തേഡ് ഇതായിട്ട് ഇങ്ങനെ പോകും. അപ്പോൾ നമ്മുടെ ബ്രെയിൻ ഭയങ്കര കാമായിട്ടിരിക്കും. ആ ഒരു സ്റ്റേറ്റിലേക്ക് നമുക്ക് ഇൻ ജനറൽ എന്ത് ചെയ്യാൻ പറ്റുമ്പോഴും പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഹെൽപ്പ് യു ഇൻ ദ ലോങ് റൺ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, കൂൾ. എന്തായാലും നിങ്ങൾക്ക് രണ്ടുപേർക്കും ആ ഒരു കാര്യത്തില് ശരിക്കും ടച്ച് വിടാം കേട്ടോ. രണ്ടുപേരും അവര് മനസ്സിലാക്കി നിൽക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് അങ്ങനെ ഒരു പെയർ പാർട്ട്നേഴ്സിനെ തന്നെ കിട്ടിയത് റിയലി ശരിക്കും ബ്ലെസ്ഡ് ആണ് ആ ഒരു കാര്യത്തിൽ. വട്ടാണോന്ന് പലരും ചോദിക്കാറുണ്ട്. അല്ല നിഷേധിക്കുന്നില്ല, ഇല്ലാത്തത് അല്ല, ഈ വട്ടിനെ സഹിക്കാൻ പറ്റൊരു വട്ട്, ആ വട്ടിനെ സഹിക്കുന്നത് അല്ല. കറക്റ്റ് എങ്ങനെയാന്ന് പറഞ്ഞാലും നമുക്ക് ചേരുന്ന ഒരു പാർട്ട്ണറിനെ കിട്ടാന്ന് പറയുന്നത് ഭയങ്കര ഭാഗ്യം തന്നെയാണ്. ഓക്കെ, നമുക്ക് ഇനി സീരിയസ് നോക്കണ്ട, കുറച്ചും കൂടെ ഇതിലേക്ക് പോവാം, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ബോളും കാര്യങ്ങളൊന്നും ആർക്കും ഇല്ല. എന്തുണ്ട് മൂപ്പർക്കുണ്ട്, എനിക്കല്ലേ ഇപ്പൊ ഇല്ലാത്ത ബോള്. ഓക്കെ, ശരി. കുട്ടി വേറൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ വേറൊരു ഷോ ഉണ്ട്, മമ്മി ആൻഡ് മീ എന്ന് പറഞ്ഞിട്ട്, അതായത് അമ്മയും കുട്ടിയും കൂടെ ആയിട്ടുള്ളതാണ്. അപ്പൊ ചില കുറുമ്പ് കുട്ടികൾ വന്നിട്ട് അവള് വീട്ടിൽ വെച്ച് എപ്പോഴും അമ്മ അടുത്ത് പറയും എനിക്ക് ദോശയാണ് ഏറ്റവും ഇഷ്ടം എന്നൊക്കെ പറയും. എന്നിട്ട് ഇവിടെ വന്നിരിക്കുമ്പോൾ കളിക്കാൻ വരുമ്പോഴേ അവള് മനസ്സിലാക്കും അങ്ങനെ ബ്രില്യന്റ് കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്. അവര് വന്നിട്ട് അമ്മയ്ക്ക് പോയിന്റ് കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ട് ആ സമയമാവുമ്പോ അവരത് മാറ്റി എഴുതും അമ്മയെ പറ്റിക്കാനായിട്ട്. അങ്ങനെ പറ്റിക്കാൻ വേണ്ടിട്ട് ആൻസർ മാറ്റി അങ്ങനെ മാറ്റി എഴുതരുത്. നമ്മുടെ പാവം ആകാശ് പെട്ടെടുത്തി കളയരുത്. കൂടുതലുണ്ടെങ്കിലേ തോക്കുവോ? അല്ല, ജയിക്കാം. അല്ല, ഉത്തരം എപ്പോഴും ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് മിനിറ്റ് മാറ്റി. ഞാൻ ആദ്യം ഡോക്ടറിന് എഴുതിയേ, പിന്നെ ഞാൻ മാറ്റി. അതാണ്. ഓക്കെ, റെഡി. അടുത്ത ചോദ്യം പിടിച്ചോളൂ. പരസ്പരം വഴക്കിട്ട് കഴിഞ്ഞാൽ മാക്സിമം എത്ര മണിക്കൂർ നിങ്ങൾക്ക് മിണ്ടാതെ സൈലന്റ് ആയിട്ട് ഇരിക്കാൻ പറ്റും? എനിക്ക് തോന്നുന്നില്ല. ഓ, ഇത് അധികം നേരം ഒന്നും പോവാ. എഴുതിയോ? 5 മിനിറ്റോ 1 മണിക്കൂറൊക്കെ ഇരിക്കുവോ നിങ്ങൾ വഴക്കിട്ടിട്ടൊക്കെ? 1 മണിക്കൂർ കുറവാണ്. ശരി, മാക്സിമം എന്താണെന്നറിയാം, അതിപ്പോ എനിക്ക് കൂൾ ഓഫ് ടൈം എനിക്കാണ് ആവശ്യം. കാരണം എനിക്ക് അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല. ഇവള് ഫുൾ ടൈം ചാറ്റർ. എനിക്ക് സാധാരണ എന്റെ ബ്രെയിനിനെ ഒന്ന് ഇരുത്തി എന്തിനാ എനിക്ക് ദേഷ്യം വന്നത്, അത് എനിക്ക് ഇനി ദേഷ്യം വരേണ്ട ആവശ്യമുണ്ടോ, ചെയ്യാൻ കുറച്ച് സമയം വേണം. എന്റെ ബ്രെയിൻ ആ സമയത്തിന്റെ ആവശ്യമില്ല. എനിക്ക് അപ്പൊ തന്നെ ആ സാധനം സോൾവ് ചെയ്ത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ എനിക്ക് കിട്ടണം. എന്നിട്ട് ആരാണ് ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ ഉണ്ടാക്കാനായിട്ട് ഇനിഷ്യേറ്റീവ് എടുക്കണേ? ഞാൻ തന്നെ. ആണോ? ഞാൻ പോയിട്ട് ഇങ്ങനെ പറയാം എന്താ പ്രശ്നം പറ. ആ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുന്ന ഞാനാണ്. എന്റെ ക്ഷമയുള്ള ക്ഷമ അതുകൊണ്ടാണ് 1 മണിക്കൂർ. ഫസ്റ്റ് 5 മിനിറ്റ് ഞാൻ ഇങ്ങനെ ഇരിക്കും. ചേട്ടാ എന്താ എനിക്കറിയാം നിങ്ങൾ എന്നോട് ഒരു സ്നേഹമില്ല, അതുകൊണ്ടാണ് മിണ്ടാണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് പിന്നെ ഞാൻ അപ്പൊ അതിന് റെസ്പോണ്ട് ഇല്ല. അപ്പൊ ഇങ്ങനെ പോകുന്നത് പിന്നെ തിരിച്ചു എനിക്ക് എന്നോട് ഒരു ഇഷ്ടമില്ല. എന്നിട്ട് പിന്നെ 2 ചാട്ടം ചാടും. എന്നിട്ട് പിന്നെ അങ്ങോട്ട് പോകും.
പിന്നെ ഞാൻ മിണ്ടാണ്ടിരിക്കും. അപ്പൊ എന്റെ അടുത്ത് ഇരുന്നിട്ട് ഞാൻ നല്ലോണം ചൊറിയുന്ന ഒരാളാണ് കേട്ടോ. ചേട്ടാ ഇപ്പൊ ഇങ്ങനെ ഒരു ഒറ്റ അടിക്ക് അവളുടെ അടുത്ത് വഴക്കം വിട്ട് സ്നേഹത്തോടെ നിൽക്കുന്നതാണെന്നല്ലേ അപ്പൊ ഇങ്ങനെ പണ്ടാരം പറഞ്ഞിട്ട് എല്ലാം റെഡി ആവും തരും. ഇവളോട് സ്നേഹത്തിൽ നിൽക്കുന്നതായിരുന്നു ഇതിലും ഭേദം. മക്കളെ ഇതെങ്കിലും പിടിക്കാൻ പറ്റണേ. cheer for you. ഞാൻ കറക്റ്റ് അങ്ങനെ ഇടാം. പിടിച്ചോണം പിടിച്ചോണം. അങ്ങനെ ഒരെണ്ണം ഒരെണ്ണം കിട്ടി. കിട്ടി മകനെ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയർ ചെയ്യില്ല, കാരണം നിങ്ങൾക്ക് 3 ബോൾ ഉണ്ട്. അതൊന്നും പറ്റൂല, ഞങ്ങൾക്ക് ഇനിയും വേണം. അതെ അതെ അതെ. ഇത് കിട്ടി. Yes. പിടിച്ചോ. Yes. കേട്ടോ? ഒന്ന്. Okay. Ready? Steady? Yes. Okay. ആകാശ് പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആകാൻ കാരണമാകുന്ന ഒരു ടോപ്പിക്. എന്ത് കാര്യത്തിലാണ് എപ്പോഴും പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവണത്? അതെന്താ? രണ്ടുപേർക്ക് ഇത്രയും ആലോചിക്കണോ? എന്നെ ഇത് ഇപ്പൊ ഇത്രയും കണ്ടിട്ടില്ല. എന്നെ ഇറിറ്റേറ്റ് ചെയ്യാൻ കുറച്ച് പാടാ, അതെ, കുറച്ച് അധികം മെനക്കെടണം. അതുകൊണ്ട് പെട്ടെന്ന് ഇറിറ്റേഷൻ അല്ല അപർണ എന്നുള്ളതിലല്ല, പൊതുവെ ഇപ്പൊ നിങ്ങൾ എന്നാ പൊതുവെ ഉള്ള കാര്യത്തിലാണെങ്കിൽ ചിലത് കാണുമ്പോൾ പെട്ടെന്ന് ഇറിറ്റേഷൻ വരാം, ചിലത് കേൾക്കുമ്പോൾ ചില ടൈപ്പ് ന്യൂസോ അങ്ങനത്തെ എന്തെങ്കിലും കേൾക്കുമ്പോൾ നമ്മളെ വല്ലാണ്ട് ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കാം. അങ്ങനെ ഒരു രീതിയിലും ആകാശിന് കോപ്പപ്പ് ചെയ്ത് പോവാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. മതി, സെന്റൻസ് ഒന്നും എഴുതണ്ട. എഴുതിയോ? ബാക്കിയുള്ളവരെ വേദനിപ്പിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. ആണോ? ആണോ? ആറ്റിറ്റ്യൂഡ് ആണോ? ഒരാള് വേറെ ഒരാളോടുത്ത് ഇങ്ങനെ അനാവശ്യമായിട്ട് ഇങ്ങനെ ബയസ് കാണിച്ചു കഴിഞ്ഞാല് സ്റ്റീരിയോടിപ്പിക്കൽ വർത്താനം. എനിക്കിപ്പോ അവരെല്ലാം അങ്ങനെയാ, എനിക്ക് ലൈക്ക് ഓവർ ജനറലൈസ് ചെയ്തിട്ട് ചില സമയം കാര്യങ്ങൾ പറയുമ്പോ ഇഷ്ടമല്ല. ഞാൻ വളർന്നു വന്ന നാടിന്റെ ആയിരിക്കാം, നമ്മളവിടെ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയാണ് കൂടുതൽ. അപ്പൊ ഞാൻ ചെറുപ്പത്തില് ഐ എം നോട്ട് സെയിങ് ദാറ്റ് ഞാൻ ഐ എം നോട്ട് ഇൻ ടു എനി പൊളിറ്റിക്സ്, പക്ഷെ എനിക്ക് ഐഡിയോളജി ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഐ ഡു ബിലീവ് ദാറ്റ് ഇക്വാലിറ്റി ഈസ് സംതിങ് ദാറ്റ് എവറിബഡി നീഡ്സ്. ആൻഡ് നമുക്ക് വി കനോട്ട് ബി ജഡ്ജ്മെന്റൽ. നമ്മൾ ഒരാൾ ഇങ്ങനെയാണെന്ന് വിചാരിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇത് കിട്ടൂല. നമ്മൾ ആദ്യം ഓപ്പൺ, അവർ പറയാൻ എന്താ ഉള്ളതെന്ന് കേട്ടിട്ട് അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ഒരു ആക്ച്വൽ പാട്ട് പോലെയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ വർക്ക് ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. പിന്നെ വെറുതെ ഒരാളെ കുറ്റം പറയുന്നത് എനിക്ക് എപ്പോഴും എനിക്ക് ഹൂഎവർ ഇറ്റ് മേ ബി വെറുതെ പറയുന്ന കേട്ടോ ഒന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു പറഞ്ഞു അറിയാതെ. അപ്പം ഗോസിപ്പ് ചെയ്യണതൊന്നും തീരെ ഇഷ്ടമുള്ള ആളേ അല്ല. കേൾക്കാൻ പോലും എന്തെങ്കിലും ചെറുതായി പോയപ്പോ പറയും നീ എന്താ ഇങ്ങനെയെല്ലാം പറയുന്നത് ആയിക്കൂടെ കുറച്ചൊക്കെ. അപ്പൊ എന്തായാലും ആൻസർ ഓൾമോസ്റ്റ് സെയിം ആണ്. നമുക്ക് ബോളും തല്ലും ഒക്കെ ഇവിടെ മോളെ കളറാണ്, ടീഷർട്ട് കളറാണ്. കറക്റ്റ് ഞാൻ ഇട്ടുതരാണ്. പിടിച്ചോ പിടിച്ചോ. ഞാൻ ആ ക്ലാസ്സിലേക്ക് ഇട്ട് തരാം, നിങ്ങളായിട്ട് പിടിക്കല്ല. ഇനി ഞാൻ അങ്ങനെ ഇട്ട് തരൂല കേട്ടോ. ഇടല്ലേ എന്റെ കൂടെ ഉള്ളവരൊക്കെ പറഞ്ഞു. ശരി, അടുത്ത ചോദ്യം. ഒരാളെ അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് അപർണ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഇംഗ്ലീഷ് വേർഡ്. ഇംഗ്ലീഷ് വേർഡ് അയ്യാ, മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ട്. മതി, സമയം കഴിഞ്ഞു. എന്താ? ഓസം, ഗുഡ് ജോബ്. അതെങ്ങനെയാ നീ ഒരാളെ പേഴ്സൺ അല്ലേ ചോദിച്ചത്? എന്നാലും എന്താ അയാളോട് പറഞ്ഞൂടെ ഗുഡ് ജോബ്? യു ആർ എ ഗുഡ് ജോബ് പേഴ്സൺ അല്ലേ, യു ആർ an awesome person അല്ലേ പറയുള്ളൂ. അതെ, ശരിയാണ്. രണ്ടിന്റെയും ഒരു ഇത് മാറി, പോയി, തെറ്റി, ഉത്തരം തെറ്റി. കാരണം അവളെ നമ്പാൻ പറ്റൂല. എടുത്തെടുത്ത് പറയുന്നത് എന്നെ നമ്പാൻ പറ്റൂല. എന്റെ ഫോളോവേഴ്സ് അല്ല, ഓന്തിന്റെ സ്വഭാവം നമ്മുടെ നാട്ടിൽ അതെന്റെ അമ്മ എപ്പോഴും പറയാറുണ്ട്. ഓന്ത് പോലും അല്ല, അതിനെക്കാട്ടിലും വലുതാണ്. എന്റെ അമ്മ പറയണ്ട് നീ നിനക്ക് ഓന്തിന്റെ സ്വഭാവമാണ്. ഓരോ ദിവസം ഓരോ മൂഡിലാണ് ഞാൻ എണീക്കാം. ഓരോ ദിവസമല്ല, ഓരോ സെക്കൻഡ്. എന്റെ പൊന്നോ. അടുത്ത ചോദ്യം. ആകാശിന്റെ ക്യാരക്ടറിൽ അപർണ ഈ ഒരു കാര്യം ഏറ്റവും കൂടുതൽ പ്രൈസ് ചെയ്ത് പറയാറുണ്ട്. മറ്റുള്ളവരിൽ നിന്ന് ആകാശിനെ ഡിഫറെന്റ് ആക്കുന്ന ഒരു കാര്യം. നോക്കട്ടെ, കഴിഞ്ഞു. My love for animals.
തെറ്റി. പേരും ഇതാണ്, എല്ലാരെയും ആക്സെപ്റ്റ് ചെയ്യും, ആനിമൽസ് ആണ്. ഇത് രണ്ടും ഉത്തരങ്ങളെല്ലാം മാറിപ്പോയി. 4 വർഷമായി 3 വയസ്സ് മുതൽ അറിയുന്ന ഒരാളാണ്. എന്താണ് പരസ്പരം അറിയാവുന്നത് എനിക്ക് മനസ്സിലാവാഞ്ഞിട്ട് ചോദിക്കാണ്. പരസ്പരം അറിയേണ്ട ആവശ്യമൊന്നുമില്ലപ്പാ. അല്ല എന്നാലും ഇങ്ങനെ ഒരേ എത്ര ചോദ്യം ചോദിച്ചു കിട്ടാൻ. അതൊരു പ്രത്യേക കഴിവാണ്. ആണല്ലേ? ഓക്കെ, ആനിമൽസിനോടുള്ള ഇഷ്ടത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് അത് നമുക്ക് ഈ സെഗ്മെന്റ് കഴിഞ്ഞിട്ട് നമുക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഞാൻ ബിയേർഡ് ആയിട്ടുള്ള ഒരു എഗൈൻ കണ്ടു, സ്നേക്കിനെയൊക്കെ എങ്ങനെ വിടും, അതൊക്കെ നമുക്ക്. അയ്യോ, അത് സ്നേക്ക് അല്ല, ആകാശന്റെ കല്യാണി കുട്ടിയാണത്. പേരെ കിട്ടിട്ടുണ്ട്. അപ്പൊ എവിടെ ഇപ്പോ? അത് ബോർഡിങ്ങില അവിടെ. അപ്പൊ വെച്ചിട്ട് വന്നിരിക്കുകയാണ്. എത്ര പേരുണ്ട്? ഒരാളേ ഉള്ളോ? ഇപ്പൊ ഒരാളേ ഉള്ളൂ, ഭാവിയിൽ 2-3 കൂടെ പ്രതീക്ഷിക്കാം. അപ്പൊ എന്നാ നമുക്ക് ഇപ്പൊ തന്നെ അതിനെ കുറിച്ച് സംസാരിക്കാം. പറയൂ, എന്താ ഏത്? മെക്സിക്കൻ ബ്ലാക്ക് കിങ് സ്നേക്ക് എന്ന് പറയും. അത് ഇവിടെ അവൈലബിൾ ആണ്. നമ്മളിവിടെ അതിനെ എന്താ വിളിക്കുക? അല്ല, നമ്മളെ നാട്ടില് എൻഡമിക് ടു ഇന്ത്യ അല്ല, അത് മെക്സിക്കോയിലുള്ള ഒരു പാമ്പാണ്. ചേരയുടെ ഒക്കെ വർഗത്തിൽ വരുന്ന ഒരു പാമ്പാണ്. ഫാമിലിയിലുള്ള സാധനം. അതെ അതെ. അപ്പൊ ഇതിന്റെ കളർ എന്താ? കറുപ്പ്, ജെറ്റ് ബ്ലാക്ക്. പക്ഷെ അത് വെയിലത്ത് ഇങ്ങനെ തിളങ്ങും. പാവാണ്. വെനമസ് അല്ല. വെനമസ് ആയിട്ടുള്ള സ്നേക്കിനെ വളർത്താൻ പുറത്താണേലും നമുക്ക് സ്പെഷ്യൽ പെർമിറ്റ് വേണം. പിന്നെ വെനമസ് ആയിട്ടുള്ള സ്നേക്കിനെ ഇപ്പൊ വളർത്തിയാൽ ശരിയാവുന്ന എനിക്ക് തോന്നുന്നില്ല അറ്റ് ദിസ് പോയിന്റ്. കാരണം കുറെ പെർമിറ്റ്സും കാര്യങ്ങളൊക്കെ വേണം. പ്ലസ് എനിക്ക് ഐ ഡോണ്ട് വോണ്ട് ടു ഗിവ് എനിബഡി ദ റോങ് ഇംപ്രഷൻ. നമ്മൾ എന്തിനെ വളർത്തുമ്പോഴും അതിൻ്റെതായ റിസർച്ച് ചെയ്യണം. അല്ല, സാധാരണ നമ്മൾ ഇങ്ങനെ പെറ്റ്സിനെ ഒക്കെ കൂടെ ഇത്, പക്ഷേ സ്നേക്ക് ഒരിക്കലും പെറ്റിനകത്ത് വരുന്ന ഒരു ഇതല്ലല്ലോ. പുറത്ത് നമ്മുടെ നാട്ടില് മാത്രമേ ഇതിനെ വളർത്താതെ ഉള്ളൂ. പക്ഷെ നമ്മുടെ നാട്ടിലും ഇപ്പൊ ഞാൻ കാണുന്നുണ്ട് ചില ആൾക്കാർക്കുണ്ട് ഇങ്ങനത്തെ ഒരു ഡിഫറെന്റ്. ഞാൻ കണ്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഏതോ ഒരു ചെക്കൻ ഒരു പൈത്തനെ വളർത്തുന്നു. എന്റെ ആ പൈത്തന്റെ പേര് പിക്കച്ചു എന്തോ ആണ്. ഇപ്പൊ നാട്ടിലെ ആൾക്കാർ വളർത്തുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ ലീഗലി എന്തോ പെർമിഷൻ വേണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഐ എം നോട്ട് ഷുവർ ഇവിടുത്തെ ക്രൈറ്റീരിയ എന്താണെന്ന് എനിക്ക് അറിയില്ല. ഈ ഒരു ഇഷ്ടം എപ്പോഴാണ്? എനിക്ക് ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു. ഞാൻ പോയിട്ട് എന്റെ അമ്മ പറയായിരുന്നു 3 വയസ്സിൽ എന്റെ അച്ഛൻ മരിച്ച സമയത്ത് റിമെമ്പർ ദിസ് വെരി ക്ലിയർലി. അപ്പോൾ എനിക്ക് ഞാൻ ഡിസ്കവറി ചാനൽ ഒരുപാട് കാണുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് ട്രാക്ക് ചെയ്യാൻ അറിയാം. അതായത് ഇപ്പൊ നമ്മള് പൊത്ത് നോക്കുമ്പോൾ പൊത്തിന്റെ എൻട്രൻസിൽ നോക്കിയാൽ ആരും എന്നെ ഇത് ചെയ്തിട്ട് ഇമിറ്റേറ്റ് ചെയ്യരുത്. ഞാൻ ഇപ്പോഴേ പറയാം, ഈ നമ്മൾ എൻട്രൻസിന്റെ അകത്തേക്കുള്ള ഫുഡ് സ്റ്റെപ്സ്, അതായത് ട്രാക്ക് മാർക്സ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും പാമ്പ് ഉള്ളിലുണ്ടോ പാമ്പ് പുറത്തുണ്ടോന്ന്. അതായത് ഇപ്പോ തീരെ യൂസ്ഡ് അല്ലാത്ത മാളമാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്തായിരുന്നു പൊടി പിടിച്ച് കിടക്കും. മറ്റേത് എൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് എന്തെങ്കിലും ജീവി പോയിട്ടുണ്ടെങ്കിൽ അവിടെ ട്രാക്സ് ഉണ്ടാവും. അതിപ്പോൾ ട്രാക്ക് എങ്ങോട്ടേക്കാണ് പോകുന്നുള്ള ഡയറക്ഷൻ വെച്ച് നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും. ഇത് എക്സ്പീരിയൻസ് കൊണ്ടേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കുറേ കാലം ഇതേപോലെ ഇങ്ങനെ കണ്ട പാമ്പിനെ പെടുത്താരെ പിടിച്ചു നടന്നാൽ എല്ലാവർക്കും മനസ്സിലാവും. പക്ഷേ അപ്പം ഞാൻ പോയിട്ട് ചെറിയ പ്രായത്തിലേക്ക് കൊണ്ടേ കൈ കിടും. ഞാൻ പറയും എനിക്ക് ഇത്ര ബെറ്റിനുണ്ടോ ഞാൻ ഇടാന്ന് പറഞ്ഞാൽ ഞാൻ കൈ ഇടും. എനിക്ക് ഇതുവരെ ഇല്ല. ആകെ എന്നെ കടിച്ചത്, എന്നെ ജീവിതത്തിൽ ആദ്യമായിട്ട് എന്നെ കടിച്ചത് എൻ്റെ പെറ്റ് സ്നേക്കാണ്. അതിനെ ഇറ്റ്സ് ബിക്കോസ് ഐ ലെറ്റ് ഇറ്റ് ബൈറ്റ് മീ. സ്നേക്കിനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഒരു നാക്ക് ഉണ്ട്, അതിനനുസരിച്ച് ചെയ്താൽ യു വോണ്ട് ഗെറ്റ് ബിറ്റ്. പക്ഷേ ചെറുപ്പം മുതൽ ഇങ്ങനെ ഒരു ടേസ്റ്റ് ഉണ്ടെന്ന്. അപ്പം ഒരിക്കലും പാമ്പിനെ കണ്ടിട്ട് പേടിച്ചിട്ടേ ഇല്ല. എനിക്ക് പാമ്പിനെ കൊല്ലുന്നത് ഇഷ്ടമല്ല. പാമ്പിനെ കാണുമ്പോ പേടിയും വന്നിട്ടില്ല. ഇല്ല. എന്ത് പറയാനാ? അവർക്ക് പേടിയുണ്ടോ? എനിക്ക് ഭയങ്കര പേടിയാ. അതിപ്പോ മൂപ്പർക്ക് എന്നെ കണ്ട തൊട്ടേ എന്നോട് പറയുന്ന ഒരു കാര്യമാണ്. ക്രൈറ്റീരിയസ് ആയിരുന്നു പാമ്പിനെ ഞാൻ വളർത്തും. അപ്പൊ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, വേണ്ട എങ്ങനെയാ പാമ്പിനെ വളർത്താ. പക്ഷെ എന്നെ കൺവിൻസിങ് സ്റ്റാർ ആയതുകൊണ്ട് എന്നെ കൺവിൻസ് ചെയ്ത് ലാസ്റ്റ് വാങ്ങി. പക്ഷെ ആ പാമ്പ് ഭയങ്കര ക്യൂട്ടാണ് കാണാൻ, ചെറുതാണ്. പക്ഷെ എന്റെ അത്ര വലുതാവുന്നാന്ന് പറയുന്നത്. ഇപ്പൊ അതിന് 4 മാസം പ്രായം ഉണ്ടാവും. കാരണം ഇത് ഞാൻ പറഞ്ഞ സ്റ്റൂ എന്ന് പറഞ്ഞ ആളുടെ അയാള് ബ്രീഡ് ചെയ്ത് അയാളുടെ ഫെസിലിറ്റിയിലുള്ള പാമ്പിന്റെ കുട്ടികളാണ്. അപ്പൊ എനിക്ക് ഇതിന്റെ മദറിനെ അറിയാം, അത് എല്ലാരും അറിയാം. അപ്പൊ ടെമ്പർമെന്റ് ഒക്കെ നോക്കിയെടുത്തതാണ്. നല്ല റെപ്യൂട്ടഡ് ബ്രീഡർ ആണ് അയാൾ. ഇറ്റ് ഡസ് വെരി വണ്ടർഫുൾ വർക്ക് വിത്ത് ഹിസ് പെറ്റ്സ്. ക്യൂട്ട് ആണ് കല്യാണി, ഭയങ്കര ക്യൂട്ട് ആണ്. പിന്നെ നമ്മളിപ്പോ ഓരോ ജീവികളെ കിട്ടുമ്പോഴും അതായത് ഈ വൈൽഡ് കോട്ട് ഞാൻ സജസ്റ്റ് ചെയ്യയില്ല. നമ്മളെപ്പോഴും ഒരു നല്ലൊരു ബ്രീഡർ എടുത്താണെങ്കിൽ, നല്ല ബ്രീഡർ സ്പെസിഫിക്കലി ഞാൻ പറയുന്നു, നല്ല ബ്രീഡർ ആണെങ്കിൽ അവരതിനെ ചെറുപ്പം മുതലേ ഹാൻഡിൽ ചെയ്ത് അവർ മനുഷ്യന്മാരെ ഇന്ററാക്ഷനിൽ അവർ ഇറിറ്റേറ്റഡ് ആവില്ല. അങ്ങനത്തെ ജീവികളാണ് നമ്മൾ എടുക്കാൻ. കാരണം പുറത്തുനിന്ന് എടുത്താൽ, ഞാൻ പണ്ട് ഇപ്പൊ നമ്മളിപ്പോ നാട്ടിൽ നിന്ന് പോയി ഒരു ചേരനെ പിടിച്ചു, നമ്മളിപ്പോ സ്ഥിരമായിട്ട് പിടിക്കുന്ന ആളാണെങ്കിൽ ചേര അധികം അല്ലെങ്കിൽ ഇറിറ്റേറ്റഡ് ആവാണ്ട് നമുക്ക് അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ബട്ട് ഈവൻ ദെൻ
അതിന് പരിചയമില്ല. പെട്ടെന്ന് ഒരു വലിയ ജീവി അതിനെ കയറി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, നമ്മൾ അതിനെക്കാട്ട് എത്ര വലുതാ, അത് പേടിക്കും. അപ്പൊ അതിന്റെ ഫസ്റ്റ് റിയാക്ഷൻ കടിക്കാനാണ്. അത് തന്നെയാണ് എല്ലായിടത്തും സംഭവിക്കുന്നത്. നമ്മളിപ്പോൾ അണലിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ മാക്സിമം അതിന്റെ അടുത്ത് നിൽക്കാതിരിക്കുക. കാരണം അണലിക്ക് ഒരു ½ സെക്കൻഡാണ് സ്ട്രൈക്ക് ടൈം. അതിന്റെ കടിച്ച് തിരിച്ചു വരാനുള്ള സമയം ½ സെക്കൻഡാണ്. നമ്മളെ റിയാക്ഷൻ ടൈം ½ സെക്കൻഡാണ്. അപ്പൊ പാമ്പിനെ കണ്ടാൽ എസ്പെഷ്യലി വെനമസ് ആണെങ്കിൽ അതിൻ്റെ അടുത്ത് പോവാതിരിക്കുക. കാരണം കടി വാങ്ങിയാൽ നമുക്കൊന്നും ചെയ്യാനില്ല. ആന്റിവെനം കിട്ടണം. ഇൻ കേസ് ടൈം കിട്ടിയില്ലെങ്കിൽ ആൾക്ക് മരണം വരെ സംഭവിക്കാം. ഇപ്പൊ ഈ ബ്രീഡറിനെ പറഞ്ഞില്ലേ, ഈ ബ്രീഡറിന്റെ പെറ്റ് ഷോപ്പിൽ പോകുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് സ്നേക്കിനെ തൊടുന്നത്. അവിടെ ഒരു സ്നേക്ക് ഉണ്ട്. ഇറ്റ്സ് എ വെരി ലെഡ്വിഗ്, വെരി ഓൾഡ് സ്നേക്ക്. ആ സ്നേക്കിനെ അവിടെ കിൻഡർ ഗാർഡനിലും ഓൾഡ് ഏജ് ഹോമിലും കൊണ്ടുപോകും അത്ര. ബിക്കോസ് ദിസ് സ്നേക്ക് റിയലി ലൈക്ക് ഇന്ററാക്ടിങ് വിത്ത് ഹ്യൂമൻ ബീങ്സ്. അതൊന്നും ചെയ്യൂല, വെറുതെ വെള്ള ഒരു പാമ്പാണ്. ആൽബൈനിസം ഉള്ളത് ലൂസിസ്റ്റിക് ഒരു സ്നേക്ക് ആണ്. വെരി നൈസ്. ആ സ്നേക്കിനെയാണ് ഞാൻ ആദ്യമായിട്ട് തൊടുന്നത്. ആദ്യം പേടി ഉണ്ടായിരുന്നു, പക്ഷെ അബ്സല്യൂട്ട്ലി വെരി കാം ആൻഡ് ജെന്റിൽ ക്രീച്ചർ. അപ്പൊ എനിക്ക് കുറച്ചെങ്കിലും ഒരു താല്പര്യം വന്നതോ കല്യാണി കുഴപ്പമുണ്ടാവൂല. എങ്ങനെയാണെന്നറിയോ, നമ്മളെ വീട്ടില് പട്ടിയില്ലേ, ചില വീട്ടിൽ പോയാൽ പട്ടി നമ്മളെ കടിക്കാൻ വരും, ചില വീട്ടിൽ പട്ടി പോയാൽ അവിടെ ഇരിക്കും, പക്ഷെ കടിക്കട എന്ന് പറയുമ്പോൾ വന്ന് കടിക്കും. ഇറ്റ് ഇസ് ഹൗ യു ട്രെയിൻ യുവർ ആനിമൽ. അത് വളർന്നു വരുമ്പോൾ അത് എങ്ങനെയാവും എന്നുള്ളത് നമ്മൾ അതിനെ എങ്ങനെ പരിശീലിപ്പിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ചെയ്യുമ്പോൾ, അതിപ്പോൾ പുതിയ പട്ടിയെ വളർത്തുന്ന ആൾക്കാരുടെ പട്ടി മിക്കവാറും ഇങ്ങോട്ട് വന്നു പറഞ്ഞാൽ അങ്ങോട്ട് വിടുന്ന ഒരു സ്വഭാവക്കാരനായിരിക്കും. കാരണം വെച്ചാൽ പട്ടിയുടെ സ്വഭാവം അവർക്കും അറിയില്ല. പട്ടിയെ നമ്മളെ മനുഷ്യന്മാരെ പോലെ പറഞ്ഞാൽ അവർക്ക് ഒട്ടും മനസ്സിലാവില്ല. അതേപോലെ തന്നെ ഓരോ ജീവികൾക്ക് അതിൻ്റെതായ ഭാഷയുണ്ട്. പക്ഷെ ഇപ്പൊ ഈ പറയുന്ന പോലെ പട്ടിക്കുട്ടികളാണെങ്കിലും ചിലർക്ക് പൂച്ചയോട് ഇഷ്ടമുണ്ട്. അപ്പൊ അവരൊക്കെ ആണെങ്കിൽ നമ്മൾ അങ്ങോട്ട് സ്നേഹം കാണിക്കുമ്പോഴും അവർ തിരിച്ച് നമ്മളെ അവരും നമ്മളെ എക്സ്പ്രസ് ചെയ്യും അല്ലെ. അവർ വന്ന് നമ്മുടെ കൂടെ ഇങ്ങനെ ഹഗ് ചെയ്ത് കിടക്കും. നമ്മുടെ പാമ്പറിങ് അവർക്ക് ആഗ്രഹമാണ്. അപ്പൊ അതിനു വേണ്ടിട്ട് അവർ നമ്മുടെ അടുത്തേക്ക് വരാറുണ്ട്. അത്തരത്തിൽ നമ്മൾ കൊടുക്കുന്ന സ്നേഹം സ്നേഹിനൊക്കെ മനസ്സിലാവുമോ? എനിക്ക് തോന്നാറുണ്ട്. കാരണം എന്തായിരുന്നു, ഞാൻ അതിന് ഹെഡ് റബ്സ് കൊടുക്കും. അതായത് ഞാനിത് എങ്ങനെ ഡീസെൻസിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം നമുക്ക് ഇൻ ദ ഫ്യൂച്ചർ അതിനിപ്പോൾ ലെറ്റ്സ് എന്തെങ്കിലും രോഗം വന്നു, അതിന് വായൊക്കെ എനിക്ക് എക്സാമിൻ ചെയ്യണമെങ്കിൽ നമ്മൾ ചെറുപ്പത്തിലേ ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് പിടിച്ചാൽ മൂപ്പര് വിചാരിക്കും എൻ്റെ വായ അതിൽ തുറക്കുന്നല്ലോ. അപ്പോൾ നമ്മൾ ചെറുപ്പത്തിലേ നമ്മളിതൊക്കെ ചെയ്യണം. അപ്പോൾ തല കുറേ തൊട്ട് കളിക്കണം. അപ്പോൾ നമ്മൾ ഹെഡ് റബ്സ് ചെയ്യാൻ കൊടുക്കും. അതായത് 2 ഫിംഗറിൻ്റെ ഇടയിൽ വെച്ച് കഴിഞ്ഞാൽ അത് മൂപ്പർക്ക് ഇഷ്ടം ഇടയ്ക്കിടയ്ക്ക് തല കൊണ്ട് വെച്ചിരും ഇങ്ങനെ ഉഴിഞ്ഞു കൊടുക്കാൻ. അപ്പോൾ ഇറ്റ് ലൈക്സ് സർട്ടൻ തിങ്സ്. പക്ഷെ പട്ടിയെപ്പോലെയാണെന്ന് വെച്ചാൽ അല്ല, കാരണം പട്ടിയല്ലല്ലോ പാമ്പ്. ശരി, നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ, റെഡി ആയിക്കോളൂ. അടുത്ത ചോദ്യം ലാസ്റ്റ് ചോദ്യമാണ് കേട്ടോ. ഒന്ന് ശ്രമിക്കാം. ഉത്തരം മാറ്റരുത്. ഓക്കെ. ഒരു ദിവസം രാത്രി ദൈവം പ്രത്യക്ഷപ്പെട്ട് അപർണയ്ക്ക് ഒരു വരം നൽകുന്നു. എന്ത് ഗിഫ്റ്റ് ആയിരിക്കും ദൈവത്തോട് അപർണ ചോദിക്കുക? ശരി. ഈശ്വര, കുഴപ്പിക്കുന്ന ചോദ്യാണല്ലോ. കിട്ടി. ഞാനിത് ഇടക്കിടക്കെ പറയലും ഉണ്ട്. ആണോ? തന്നിട്ടുണ്ട് കേട്ടാ. ഇടക്കിടക്ക് പല സാധനം പറയുന്നത്. ഈശ്വര, ലാസ്റ്റത്തെ ചോദ്യം പറഞ്ഞു. 12 ചോദ്യങ്ങളോളം ഞാൻ ചോദിച്ചു. നോക്കട്ടെ. ഹൈറ്റ്. ഇൻവിസിബിൾ ആവണം. എന്തിനാണ് ഇൻവിസിബിൾ ആയിട്ട് ആൾക്കാരെ ഉപദ്രവിക്കാൻ പിന്നെ കാരണങ്ങളൊന്നുമില്ല. പക്ഷെ എനിക്കൊന്ന് പണ്ട് ടോം ആൻഡ് ജെറി കണ്ടിട്ടാന്ന് തോന്നുന്നു. അതിനകത്ത് ഒരു ഇങ്ക് ഉണ്ടായിരുന്നു, ഇൻവിസിബിൾ ഇങ്ക് എന്ന് പറഞ്ഞിട്ട്, ജെറി മേത്തൊഴിക്കുന്ന ഒരു ഇങ്ക്. ഉപദ്രവിച്ച് കൊല്ലുന്നില്ല. അത് കണ്ടിട്ടാണോന്ന് എനിക്കറിയില്ല. എനിക്കത് ഭയങ്കര ഇമാജിനേഷൻ, അതെനിക്ക് ഭയങ്കര ഫൺ ആക്ടിവിറ്റി ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. അപ്പൊ അങ്ങനെ ഫൺ ആക്ടിവിറ്റി ആയിട്ട് എന്താണ് ഇപ്പൊ ചെയ്യാൻ? ഇൻവിസിബിൾ ആയി വിചാരിക്കാം, കൂടുതൽ ഉപദ്രവിക്കില്ല. അല്ലെങ്കിലേ ഇതെല്ലാം ഏറ്റുവാങ്ങുന്നത് ഈ പാവമാണ്. ദൈവമേ, നീ പ്രത്യക്ഷപ്പെടരുത്. എനിക്ക് പണ്ട് എന്തെങ്കിലും എല്ലാം പറഞ്ഞിട്ടുണ്ടാവുമല്ലോ എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ. അപ്പൊ അതിനെല്ലാം ഞാൻ തിരിച്ചു കൊടുക്കണല്ലോ. അതെ അതെ അതെ. ഇല്ല കുറച്ചുകൂടി. ആകാശ് എന്താ അത് എഴുതാൻ കാരണം? ഇൻസെക്യൂരിറ്റി ആണ്. ഞാൻ ഭയങ്കര പെറ്റീറ്റാണ്, ഹൈറ്റ് കുറവാണ്. അപ്പൊ എനിക്ക് ഇങ്ങനെ ചിന്തിക്കും കുറച്ചുകൂടി ഹൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അതാണ്. അപ്പൊ എന്തായാലും അതും അടിച്ചു പോയി. ആ ഗ്ലാസ് അല്ല, ഗ്ലാസ് ഒന്നും എടുത്തേ. ഞാൻ തന്നെയാ തോറ്റത്. എത്ര ഉണ്ട്? എനിക്ക് ഓൺലി 2. 2 എണ്ണം. ഇവിടെ 1 2 3 4. 4 എണ്ണം. ഡബിൾ ആണ് അവിടെ. അപ്പൊ ഇനി എന്താന്ന് വെച്ചാല് ഇനി ജയിച്ചത്
ആകാശായതുകൊണ്ട് ആകാശാണല്ലോ അപ്പൊ ജയിക്കുക കൂടുതൽ. പക്ഷെ അങ്ങനെ നമ്മൾ ജയിച്ചു എന്ന് വെച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ചോക്ലേറ്റ് തരൂല. ഇല്ല, അടുത്ത പനിഷ്മെന്റ് ആണ് മോന്. എനിക്കോ? അതെന്താ അങ്ങനെ ജയിച്ചാൾക്ക് പണിഷ്മെന്റ്? കാരണം നിങ്ങളെ പോലെ വിയേർഡ് ആയിട്ടുള്ള ആൾക്കാർ വന്നപ്പോൾ നമ്മുടെ പ്രൊഡ്യൂസറും ഭയങ്കര വിയേർഡ് ആയിട്ട് അങ്ങ് ചിന്തിച്ചു തുടങ്ങി. ചോദ്യങ്ങളെല്ലാം വളരെ വിയേർഡ് ആക്കി. നല്ലതാ. ജയിച്ചു കഴിഞ്ഞ ആൾക്കാർക്ക് ചേച്ചി പനിഷ്മെന്റ് കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കണേ. എന്താ പനിഷ്മെന്റ് എന്ന് വെച്ചാൽ നോക്കട്ടെ, പാർട്ട്ണറിനെ നോക്കിയിട്ട് ഒരു റൊമാൻറ്റിക് സോങ് പാടണം. എന്നിട്ട് പാർട്ട്ണറുടെ പാട്ട് ഇഷ്ടപ്പെടുന്ന പക്ഷം കിറ്റ്കാറ്റ് ഷെയർ ചെയ്യണം. ഇഷ്ടപ്പെടുന്നത് വരെ പാട്ട് തുടരുക. അപ്പൊ അതായത് ഇപ്പം ആകാശ് നല്ലൊരു റൊമാൻറ്റിക് പാട്ട് പാടും. ആ പാട്ട് ബോധിച്ചു, ഇഷ്ടപ്പെട്ടാൽ ഉത്തരം മാറ്റരുത്, ഇഷ്ടപ്പെട്ടാൽ ഈ ചോക്ലേറ്റ് കൊടുക്കണം. അപ്പൊ അത് കൊടുക്കാം, മധുരം ഷെയർ ചെയ്യാം. എൻ കരളിൽ താമസിച്ചാൽ മാപ്പ് തരാം രാക്ഷസി, സമ്മതമായി ചേർന്ന് നിന്നാൽ ഉമ്മ തരാം രാക്ഷസി. എനിക്ക് ഇഷ്ടമായി. അയ്യോ റൊമാൻസ് ഒന്നും വരുന്നില്ല. റൊമാൻസ് എന്റെ ജോണർ അല്ല. കാണുമ്പോ എന്താ റൊമാൻസ് വരാത്ത? അതെ, ക്യാമറ നാടൻ വരുന്നു. ക്യാമറ ഒന്നുമില്ല. എന്റെ എല്ലാം എല്ലാം അല്ലേ എന്റെ ചേലത്തെ ചെമ്പരും തല്ലേ. ഓക്കെ, കാണാൻ പാദസരം ഞാനല്ലേ ഞാനല്ലേ നിന്റെ മാറിലെ മായ ചന്ദന പൊട്ടെനിക്കല്ലേ. അണ്ണാക്കിൽ വെച്ചോ, പാടിക്കൊണ്ടിരിക്കണം. എന്താ സ്നേഹല്ലേ ലോകം വരാത്തത്? വേറൊരു രീതി തന്നെ. എനിക്ക് ഇങ്ങനെ നാണത്തോടെ കൊടുക്കാനൊന്നും അറിയില്ല. ഭയങ്കര ചമ്മലാണിപ്പ. എപ്പോഴെങ്കിലും ഇങ്ങനെ നാണിച്ച് നിൽക്കുന്ന ഒരു അപർണ്ണനെ കണ്ടിട്ടുണ്ടോ? അപ്പൊ തന്നെ ചിരിച്ചോ? എപ്പോഴൊക്കെയാ? നമ്മളെ മാത്രമല്ല നമ്മുടെ സ്വകാര്യമായ മൊമെന്റ്സിൽ ഇടയ്ക്ക് നമ്മള് കൊഞ്ചി കുഴഞ്ഞു വരും. എങ്ങനെയായിരുന്നു അത്? അത് സ്വകാര്യമല്ലേ? ഇല്ല, നമ്മള് പരസ്യമാക്കുകയാണ്. എങ്ങനെയാന്ന് പറഞ്ഞാൽ ഇവളിങ്ങനെ ഇവക്ക് ഭയങ്കര ഒരു ചൈൽഡ് ലൈക്ക് ഇന്നസെൻസ് ഉണ്ട്. ഇടയ്ക്ക് കുട്ടിയെ പോലെ ഇങ്ങനെ എപ്പോഴും അങ്ങനെ തന്നെയാ. കുഞ്ഞു കുട്ടികളെ നമുക്ക് അങ്ങനെ തന്നെയാ തോന്നുള്ളൂ. ഓടി വന്നിങ്ങനെ എന്തായിരുന്നു കവളൊക്കെ പിടിച്ച് ഇങ്ങനെ ആക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവും. നിങ്ങൾക്ക് കുട്ടികളായാലുള്ള കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ ഒരു കുട്ടിയെ ഇപ്പൊ തന്നെ നോക്കുന്നുണ്ട്, ഇനി കുട്ടിയെ കൂടെ നോക്കണ്ടേ ഭഗവാന്. അപർണ എങ്ങനെയാ ഹാൻഡിൽ? അപർണയെ ഒരു കുട്ടിയായിരിക്കും. അപർണ മിക്കവാറും ആ ബേബി ആയിട്ടായിരിക്കും. അതിൽ എനിക്ക് ആകാശേട്ടന് പൂർണ്ണമായും വിശ്വാസമുണ്ട്. ആകാശേട്ടൻ നോക്കിക്കോളൂ. പട്ടിയും പൂച്ചയും പാമ്പിനെയൊക്കെ നോക്കുന്ന ആളല്ലേ, പിന്നെയാണ് ഒരു കുട്ടീനെ ബുദ്ധിമുട്ട്. എന്നെ നോക്കുന്നു, എന്റെ കുട്ടീനെ ആകാശേട്ടൻ നോക്കിക്കോളൂ. ഓക്കെ, അപ്പോൾ ഒരു പനിഷ്മെന്റിലൊന്നും ഇതൊന്നും നിക്കില്ല. നിങ്ങളെ ആൾക്കാരെ അറിഞ്ഞ് കണ്ട് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഏറ്റുന്നത്. നിങ്ങൾക്കൊന്നും ഒരു പനിഷ്മെന്റ് ഏക്കുന്നില്ല എന്ന് കണ്ടതുകൊണ്ട് നമ്മൾ അടുത്ത പനിഷ്മെന്റിലേക്ക് പോവാം. യെസ്, അടുത്ത പനിഷ്മെന്റ് എന്താന്ന് വെച്ചാൽ മോനല്ല മോൾക്കുള്ള പനിഷ്മെന്റ്. എന്താന്ന് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് ഇപ്പൊ 2 പാട്ടിന്റെ ഒരു ലോട്ട് തരും. അതിൽ ആ പാട്ട് ഏതാന്ന് പറയരുത്. വായിലേക്ക് വെള്ളം തരും. വെള്ളം അങ്ങ് ഒഴിക്കുക, വായിൽ വെള്ളം നിറച്ചിട്ട് ആ പാട്ട് അങ്ങ് പാടി നമ്മുടെ പാട്ടുകാരനെ കൊണ്ട് ആ പാട്ട് ഏതാണ് പാടിയെന്ന് പറയിപ്പിക്കണം. ശ്രമിക്കണം. ഈശ്വര, ഞാൻ നോക്കട്ടെ? വേണ്ട, ഞാനും നോക്കാൻ പാടൂല. ഈശ്വര നോക്കിക്കോ. മലയാളം വായിക്കാൻ അറിയോ? അതെല്ലാം അറിയാം. മലയാളത്തിൽ 99 ഉണ്ട് എനിക്ക് 12th. പിന്നെന്താ? അപ്പൊ വെള്ളം കൊടുത്തോളൂ. വെള്ളത്തിന്റെ ബോട്ടിൽ ഇവിടെ ഉണ്ട്, ഇവിടെ ഫ്രണ്ടില്. വെള്ളം നിറച്ചോ. ആകാശിന് എപ്പോഴും പാടി കൊടുക്കുന്ന ഈസി ആയിട്ടുള്ള പാട്ടൊന്നും പാടരുത് കേട്ടോ, പെട്ടെന്ന് മനസ്സിലാവും. കുറച്ച് നമുക്ക് പറ്റിക്കാം. വെള്ളം നിറച്ചു. ഞാൻ കുറച്ച് കുടിച്ചോളാം. എന്തായാലും കുടിപ്പിച്ചല്ലോ, അറിയില്ല. രണ്ടും മനസ്സിലായോ പാട്ട് ഏതാന്ന്? മധുരക്കിനാവിൻ ലഹരിയിൽ നിന്നും പെട്ടെന്ന് പിടി കിട്ടിയല്ലോ. എന്തെങ്കിലും തരൂ. ഇതൊക്കെ സിമ്പിൾ. ഇങ്ങനെ ചെയ്യാൻ, ഇങ്ങനെ ചെയ്യാൻ. എങ്ങനെ തരിപ്പ് പോരുന്നോ? എനിക്കുള്ള ആവശ്യമുണ്ട്, ചത്തുപോരുത്. അങ്ങനെയാണ് നമ്മുടെ ക്രൂ ഭയങ്കര ഇതാണ്. റെഡി. പ്രാവശ്യം കുറിച്ച് കിട്ടുന്നില്ല. അതല്ലാതെ നോക്കിക്കേ. പറയാൻ പറ്റൂല. ട്രൈ ചെയ്യ. ഗിവ് അപ്പ് ചെയ്യല്ലേ?
എനിക്ക് മനസ്സിലാവില്ല. രാവിലെ എഴുന്നേറ്റ് വായ അങ്ങനെ വേറെ വെള്ളം. ആ കുലുക്കുഴിഞ്ഞത് ഇറക്കി. എന്തൊരു ഓ അത് എല്ലാരും ചെയ്യുന്നു. എന്നെ തന്നെ ഉദ്ദേശിച്ച, എന്നെ മാത്രം ഉദ്ദേശിച്ച. അങ്ങനെ തോന്നിയോ? അതൊക്കെ നോക്കുമ്പോ എനിക്ക് നോക്കാൻ ടെൻഡൻസി. മാറ്റി വൈ എന്തുവാ എന്ത് പാട്ടാണ് അവള് പാടുന്നത്? മൊത്തം പാടരുത്, ബാക്കിയും കൂടി പാട്. ഇനിയും പാട്. പഴയ പാട്ടല്ലേ? ശ്രുതിയൊക്കെ ചേരുന്നില്ല മോളു, കുറച്ചുകൂടി ചേർന്ന് പാടൂ. തുപ്പരുത്. ഒന്നോടിയാ. കാറ്റിനെ മറക്കാനാണല്ല. അല്ല, ജനഗണമനയാണ് ഓടുന്നത്. അങ്ങനെ എഴുന്നേറ്റ് നിക്കണ്ടേ? അതാ പറഞ്ഞ, ഇതൊന്നും മനസ്സിലാവുന്നില്ല. എന്നെഞ്ച് കുലുങ്ക് തേടി തുപ്പല് വേണ്ട, ഇറങ്ങി തോറ്റു. നമുക്ക് ഇത്ര കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത് ഏതാ അതങ്ങനെയാണ്. ഞാൻ ജനഗണമനയാണോ? ലാസ്റ്റ് പറഞ്ഞു എന്നിട്ട് ഇറക്കാം. ആർക്കും ഒരാൾക്ക് മനസ്സിലായില്ല, എന്നെ മാത്രം പറഞ്ഞിട്ടെന്താ കാര്യം? എനിക്ക് ഈ ട്യൂൺ ഇതൊക്കെ കേട്ടപ്പോ ഇതെന്താ ഇങ്ങനെ? ഞാൻ പാടുമ്പോ എന്റെ മനസ്സിൽ ഞാൻ ആ പാട്ട് പാടുമ്പോ കറക്റ്റ് ആയിട്ടാണ് അത് പാടുന്നത്. പക്ഷെ കേൾക്കുന്ന പാടിയാ പോരെ? ഏത്? ആ അതെല്ലാം വലിയ കഴിവുള്ള ആൾക്കാര് പാടുന്ന ബിറ്റ. അത് ഞാൻ പാടിയാൽ എങ്ങനെയാ? ഓക്കെ, എന്തായാലും ആ പനിഷ്മെന്റില് തോൽവി വീണ്ടും പനിഷ്മെന്റ് 3. അടുത്ത പനിഷ്മെന്റ് എന്താ നോക്കട്ടെ. ആക്ടിംഗ് സെഗ്മെന്റ് ആണ് കേട്ടാ അടുത്ത പനിഷ്മെന്റ്. ഇനി ഒരിക്കലും നമ്മൾ തളരില്ല. എനിക്ക് നീയും നിനക്ക് ഞാനും മാത്രം മതി. അതെങ്ങനെ ഫണ്ണായിട്ട് പറയണോ സീരിയസ് ആയിട്ട് പറയണോ? സീരിയസ് ആയിട്ട് ആ സെന്റൻസിന്റെ അതിന്റെ ആ ഡെപ്ത് മനസ്സിലാക്കിയിട്ട് നോ ചിരി. ആരും ഞാൻ പറയണം? നമ്മൾ രണ്ടും അങ്ങോട്ട് ഇങ്ങോട്ട് അഭിനയിച്ചു. ഓക്കെ, കൈയൊക്കെ പിടിച്ച് ഇതായിരുന്നു ഡയലോഗ്. ഇനി ഒരിക്കലും നമ്മൾ തളരില്ല. എനിക്ക് നീയും നിനക്ക് ഞാനും മാത്രം മതി. റെഡി? ഇനി ഒരിക്കലും നമ്മൾ തളരില്ല. കണ്ണു നോക്ക്. ഇനി ഒരിക്കലും നമ്മൾ തളരില്ല. ഇതെന്താ ക്യാമറ നോക്കി പറയുന്നത്? പിന്നെ ആരെ നോക്കി പറയാ? നോക്കാൻ പറ്റൂല. അത്ര വികൃതമായ എന്റെ മുഖം. ഇനി ഒരിക്കലും നമ്മൾ തളരില്ല. ശരി രാമൻകുട്ടി. നിനക്ക് ഞാനും എനിക്ക് നീയും മാത്രം. ഇല്ല, സെറ്റ് ആയില്ല. ഒന്നും കൂടെ. ഇനി ഒരിക്കലും നമ്മൾ തളരില്ല. എനിക്ക് നീയും നിനക്ക് ഞാനും. നേരെ തിരിച്ച് ആകാശം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. ശരി. പൊളിക്ക്. ഇനി നമ്മൾ ഒരിക്കലും തളരില്ല. എനിക്ക് നീയും നിനക്ക് ഞാനും മാത്രം മതി. ഞാൻ അങ്ങോട്ട് നോക്കിയിരിക്കണം, വേണ്ടല്ലേ? പിന്നെ ചിരിക്കില്ലടി. ചിരിക്കുന്നില്ല. നിന്റെ മുഖത്തുള്ളിൽ ചിരിയുണ്ട്. നീ എന്നെ മുഖത്ത് നോക്കി. ആക്ടറാവും. എന്റെ ജീവിതത്തിൽ ഞാൻ ചിരിക്കാണ്ട് ഒരു സെക്കൻഡ് അറിയില്ല. നിന്നെ ഞാൻ കൊല്ലും കേട്ടാ. ചിരിക്കല്ലടി. ഇല്ല അതാ ഞാൻ പറഞ്ഞ അങ്ങോട്ട് നോക്കിയിരിക്കാം. ഇനി നമ്മൾ ഒരിക്കലും തളരില്ല. നിനക്ക് ഞാനും എനിക്ക് നീയും മാത്രം മതി. പോരാ ചേട്ടാ, ഇമോഷൻ വന്നില്ല. രക്ഷയില്ല. അതായത് ഒരു ഇമോഷണൽ ഡയലോഗ്സ് പറഞ്ഞ പോലും അതൊന്നും ഇവർക്കതില്ല. ഇവർ അത്ര നല്ല ഹാപ്പി വൈബിലുള്ള ആൾക്കാരാണ്. ഇവര് കാര്യങ്ങളെല്ലാം വളരെ ടേക്ക് ഇറ്റ് ഈസി, വളരെ കൂൾ ആയിട്ട് എടുക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനത്തെ കുറെ ഡയലോഗ് ഒന്നും ഒരു രീതിയിൽ ആവില്ല. എങ്ങനെ ഇമോഷണൽ ഡയലോഗ്സ് ആൾക്കാർ പറയുന്നു? അതൊക്കെ നമ്മുടെ പ്രൊഡ്യൂസർ എപ്പോഴും പറയിപ്പിച്ചോണ്ടേയിരിക്കും. എന്നാ വേണോ കളിച്ചോ.